DY ചന്ദ്രചൂഡിൻ്റെ കാര്യം നേരത്തെ ഹർഷം പറഞ്ഞു. അദ്ദേഹം അന്തം വിട്ടുപോയ ചോദ്യം കേട്ടപ്പോൾ BBC-യുടെ ആങ്കർ ചോദിക്കുകയാണ് 80% ആളുകളും നിങ്ങളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സവർണ ജാതിക്കാരാണല്ലോ എന്ന് പെർഫെക്റ്റായിട്ടും കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്. അത് താങ്കൾ തന്നെയും അതിൻ്റെ ഉദാഹരണമാണല്ലോ, താങ്കളുടെ പിതാവും ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുഖം വിളറിപ്പോയി. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതങ്ങനെയല്ല, എൻ്റെ പിതാവ് ജസ്റ്റിസ് ആയതുകൊണ്ടല്ല ഞാനിതിലേക്ക് വന്നതെന്ന് പറയാം. പക്ഷേ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഭാഷകരടക്കമുള്ള ആളുകൾക്കും ജഡ്ജിമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ജാതീയമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടെന്ന് മാത്രമല്ല, കുടുംബപരമായിട്ടുള്ള ആധിപത്യം പോലും ഉണ്ട്. നമുക്ക് അതായത് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ മാറി ഈ കെടാത്ത ദീപശിഖ കൊടുത്തു വരുന്നൊരു സംവിധാനമാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ളത്. ഇപ്പോൾ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തെ ആകപ്പാടെ മാറ്റിയിട്ട് ജഡ്ജി ആയിരിക്കുന്ന ഒരു അച്ഛൻ്റെ മകന് ജഡ്ജിയാകാൻ പാടില്ല എന്ന നിയമവും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ വളരെ വൈപുല്യമാർന്നിട്ടുള്ള ഈ സൊസൈറ്റിയുടെ സെൻസിറ്റിവിറ്റി ജാതീയമായിട്ട് താഴ്ശ്രേണിയിൽ ആയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർ അനീതി നേരിടുന്നു എന്ന കാര്യം ഈ കൂടെ മനസ്സിലാക്കുന്ന ബോധവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകണം. ഇപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡൊക്കെ ആ നിലക്ക് നല്ല ബോധ്യമുണ്ടായിരുന്ന, നമ്മുടെ ഇത്തരം സംഗതികളെക്കുറിച്ച് സൂക്ഷ്മ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ആളാണെന്നാണ് പല ആളുകളും അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം 221 ജഡ്ജിമാരെ അപ്രൂവ് ചെയ്തതിൽ തമിഴ്നാട്ടിലൊക്കെ 80% ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ അതേസമയം നമ്മൾ പ്രകടമായിട്ട് കാണുന്ന ഈ പറയുന്ന ചിലതരം രാഷ്ട്രീയത്തിന് ആധിപത്യമുള്ള നോർത്തിലെ സംസ്ഥാനങ്ങളിൽ നേരെ തിരിച്ചാണ് സ്ഥിതി.